ഹലോ ഫ്രണ്ട്സ്, ഷാഡ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ റാങ്ക് ലിസ്റ്റ് ഫോർ ദ പോസ്റ്റ് ഓഫ് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് മീഡിയം ഓർ ഹെവി പാസഞ്ചർ ഗുഡ്സ് വെഹിക്കിൾ ഇൻ സെറാമിക് ലിമിറ്റഡ്. കാറ്റഗറി നമ്പർ പറയുന്നത് 189/2022. റാങ്ക് ലിസ്റ്റ് എപ്പോഴാണ് വന്നിരിക്കുന്നത് വെച്ചാൽ 19/3/2024. എന്നാൽ ഇന്നലെയാണ് സൈറ്റിൽ വന്നിരിക്കുന്നത്. ഇതിൽ ടോട്ടൽ 18 പേരാണ് മെയിൻ ലിസ്റ്റ് ഉൾപ്പെട്ടിരിക്കുന്നത്. അതിന് ആനുപാതികം സപ്ലി ലിസ്റ്റും. അപ്പോൾ ഇതിൽ നമ്മൾ റാങ്ക് ലിസ്റ്റ് നോക്കുകയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് വന്നിരിക്കുന്നത് മനു ജി എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം എക്സ് സർവീസ് മാനാണ്. ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഗ്രേസ് മാർക്കായ 8, 8, 10 മാർക്കിനുള്ളിൽ ലഭിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയത്. എന്നിരുന്നാലും അദ്ദേഹം എഴുത്ത് പരീക്ഷയിലും ടെസ്റ്റ് പരീക്ഷയിലും നല്ലൊരു മാർക്കിന് സ്കോർ ചെയ്തിട്ടുണ്ടാകും. 2ാം റാങ്ക് നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും പരിചിതമായ ഹാരിസ് സാറാണ്. അപ്പോൾ അദ്ദേഹത്തിന് 2ാം റാങ്കാണ് ഇതിൽ ലഭിച്ചിരിക്കുന്നത്. ജയിൽ ഡ്രൈവറിൽ 3ാം റാങ്കും. അപ്പോൾ ഈ മനു ജി പറയുന്ന അദ്ദേഹം ജയിൽ ഡ്രൈവറിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയത്. അപ്പോൾ നമ്മൾ ഇവരുടെ നോക്കുകയാണെന്ന് വെച്ചാൽ ഇവർ നമ്മൾ ടെസ്റ്റ് പരീക്ഷയിൽ PSC നടത്തുന്ന ഡ്രൈവർ ടെസ്റ്റ് പരീക്ഷയിൽ നല്ലൊരു മാർക്കിന് സ്കോർ ചെയ്തിട്ടുണ്ടാകും. ഏകദേശം നോക്കുകയാണെങ്കിൽ 25 to 30 മാർക്കിനുള്ള സ്കോർ ചെയ്യും. അപ്പോൾ നമ്മൾ കരുതും അങ്ങനെയൊന്നും കിട്ടില്ല, PSC തരില്ല എന്ന്. അപ്പോൾ അതിനൊരു ഉദാഹരണമാണ് ഇവർ രണ്ടുപേരെന്ന് പറയാം. ഇപ്പോൾ ഹാരിസ് സാർ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ റാങ്ക് ലിസ്റ്റിലായിട്ട് ഏകദേശം 5 റാങ്കിൻ്റെ ഉള്ളിൽ തന്നെ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഹാരിസ് സാറോട് പലവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊരു മാർക്ക് കിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ ഇത്ര ചെയ്താലും PSC തരില്ല എന്നൊക്കെ പറഞ്ഞ് ഡീമോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് വളരെ ഉദാഹരണമാണ് അദ്ദേഹം പ്രവൃത്തിയിലൂടെ കാണിച്ചത്. പിന്നെ നിറയെ പേര് അദ്ദേഹത്തിനോട് ചോദിച്ചു നിങ്ങളിങ്ങനെ ക്ലാസ് കൊടുക്കുന്നുണ്ട്, എന്നിട്ട് ആർക്കെങ്കിലും കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ. അപ്പോൾ അതിനൊരു ഉദാഹരണമാണ് സാറ് ക്ലാസ് കൊടുത്ത് നമ്മുടെ മദീന ഡ്രൈവിംഗ് സ്കൂളിൽ ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്തിട്ട് ഹൈക്കോടതി ഡ്രൈവറിൻ്റെ ഹൈക്കോടതി ചോഫറിൽ അതിൽ വന്നിരിക്കുന്ന ഏകദേശം മുൻപന്തിയിലുള്ള റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടവരെല്ലാം സാറ് ക്ലാസ് കൊടുത്തിട്ട് തന്നെ വന്നത്. അത് എല്ലാവരും വിളിച്ച് അദ്ദേഹത്തിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അഭിനന്ദനങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്ലാസ് ആയിരുന്നു, വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ആ ഡ്രൈവിംഗ് ടെസ്റ്റിന് എന്തൊക്കെ നോക്കണം, എന്തൊക്കെയാണ് തെറ്റുകൾ എന്നുള്ള എല്ലാം ഉൾപ്പെടുത്തി സാർ ഒരു ക്ലാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വളരെ ഉപകാരമായിരുന്നു എല്ലാവർക്കും. അപ്പോൾ അതുപോലത്തെയുള്ള ചെറിയ ചെറിയ സഹായങ്ങൾ സാർക്ക് ഇനിയും നമുക്ക് തരുന്നു കരുതുന്നു. കാരണം സാർ ഇപ്പോൾ നിലവിലൊരു സർവീസിലുള്ള ആളാണ്. അപ്പോൾ അതുപോലെ നമുക്ക് ക്ലാസ് ഒന്നും എടുത്തു തരാൻ പറ്റില്ല. അതുകൊണ്ട് സാറിൻ്റെ ചെറിയ രീതിയിൽ സഹകരണം നമ്മൾ പ്രതീക്ഷിക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ അഡ്വൈസ് മെമ്മോ നോക്കുകയാണെങ്കിൽ നിലവിൽ സൈറ്റിൽ തന്നിട്ടില്ല, അത് അവൈലബിൾ അല്ല. അപ്പോൾ വരും കാലങ്ങളിൽ വരും വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെയും കൂടെ ഒരു വീഡിയോ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കും. എത്രയാണ് അഡ്വൈസ് പോയിരിക്കുന്നത് കഴിഞ്ഞത്, നിലവിൽ എത്ര വേക്കൻസി ഉണ്ട് എന്ന് ഉൾപ്പെട്ടിട്ടുള്ള ഒരു പുതിയൊരു അടുത്ത വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഈ ജോലീൻ്റെ സ്വഭാവം നോക്കുകയാണെന്ന് വെച്ചാൽ കുറച്ച് ഈ അലർജി അല്ലെങ്കിൽ വേറെ വല്ല പ്രശ്നങ്ങളുണ്ടോ വെച്ചാൽ അവർക്കൊന്നും പോയി നിൽക്കാൻ പറ്റില്ല. അതെന്താ നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യില്ല, അത് നിങ്ങൾക്ക് അസുഖങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ. കാരണം വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ അവിടെ പോയി നിന്നാൽ പല അസുഖങ്ങളും ഉൾപ്പെടും. അതുപോലെ തന്നെ ഇപ്പോൾ അവിടെ പോയി വെച്ച് നിങ്ങൾ ഹെവി പറഞ്ഞാൽ ഹെവി വണ്ടികൾ മാത്രമല്ല, കാരണം അതിൽ ജോലി ചെയ്ത ഒരാളുടെ അനുഭവം പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ വേണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ ക്രെയിൻ ഓടിക്കാൻ പറയും, അല്ലെങ്കിൽ അവിടെ ഏതാണോ വണ്ടി ആ വണ്ടി ചിലപ്പോൾ ട്രാക്ടറാണെങ്കിൽ ട്രാക്ടർ ഓടിക്കാൻ പറയും. അപ്പോൾ അത് പറയുന്നത് നിങ്ങളിപ്പോൾ ഹെവി മാത്രം ഉദ്ദേശിച്ച് പോയിട്ട് കാര്യമില്ല. ചിലപ്പോൾ ഏത് വണ്ടിയാണ് ഓടിക്കേണ്ടത് അതുപോലെ ഓടിക്കാൻ പറ്റും. അതുപോലെ ഇപ്പോൾ നമ്മൾ കളിമണ്ണെന്ന് ഉദ്ദേശിച്ചാൽ എവിടെയെന്ന് അറിയാമല്ലോ, കൊല്ലം ജില്ലയിലെ കുണ്ട്രയിലാണ് ഈ ഇത് വരുന്നത്. അപ്പോൾ അവിടെ പോയി നിന്നുമ്പോൾ ഇതിൻ്റെ സ്കെയിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, അധികം നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്കെയിലൊന്നും ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ആയതുകൊണ്ട് തന്നെ നിങ്ങൾ വലിയ ശമ്പള സ്കെയിലും എല്ലാം നോക്കിയിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ ഇപ്പോൾ എന്ത് പറഞ്ഞു വെച്ചാൽ ഇതിൽ ഇത്തിരി പൊല്യൂഷൻ കൂടുതലായിരിക്കും. ഈ ജോലിയുടെ സ്വഭാവം പറഞ്ഞാൽ പൊല്യൂഷൻ കൂടുതലായിരിക്കും. കാരണം അറിയാമല്ലോ, കളിമണ്ണ് പറഞ്ഞു വെച്ചാൽ അറിയാമല്ലോ, അതിൽ ഈ ഖനനം ചെയ്യുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാകും. ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ആലോചിക്കുക, വേറൊരു ജോലിയിലോ അല്ലെങ്കിൽ വേറെ ജോലി കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ ഈ ജോലി ഇപ്പോൾ കയറിയിട്ട് അതിനെ ഫ്രഷ് ആക്കാതെ മറ്റുള്ളവർക്കൊരു സാധ്യത പോലെ ഒന്നില്ലെങ്കിൽ ഡെലീഷൻ എൻജോയ് കൊടുത്ത് മറ്റൊരാൾക്ക്, ജോലി ഇല്ലാത്ത ഒരാൾക്ക് ഇതൊരു ജോലി വളരെ ഉപകാരം തന്നെയാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ അത് ചെയ്താണെന്ന് വെച്ചാൽ വളരെ ഉപകാരമായിരിക്കും മറ്റ് പുറകെ കേൾക്കുന്ന റാങ്ക് ലിസ്റ്റുകാർക്ക്. ഓക്കെ, റാങ്കിലുള്ളവർക്ക് വളരെ ഉപകാരം. അപ്പോൾ അതും കൂടെ നിങ്ങൾ ഈ ഫ്രണ്ട് റാങ്കിലുള്ളവരെ നോക്കുക. അത് ഹാരിസ് സാറിൻ്റെ അടുത്ത് ചോദിച്ചാൽ ഹാരിസ് സാർ ചിലപ്പോൾ അവരുടെ കോൺടാക്റ്റോ എന്തെങ്കിലും തരുമായിരിക്കും ഫ്രണ്ട് റാങ്കിലുള്ളവർക്ക്. അപ്പോൾ അവരോട് നിങ്ങൾ സംസാരിച്ചിട്ട് നോക്കുക. അപ്പോൾ ബാക്കിലുള്ളവർക്കും ചിലപ്പോൾ സപ്ലിയിലുള്ളവർക്കും അതിന് ചാൻസ് ഉണ്ടാകും, കൂടുതൽ ചാൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ കൂടുതൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവരും തന്നെ നല്ലപോലെ വർക്ക് ചെയ്താൽ എല്ലാവർക്കും ചിലപ്പോൾ ജോലി സാധ്യത കിട്ടാൻ വളരെ വളരെ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, പിന്നെ ഒരു കാര്യം കൂടെ പറയാം. നിങ്ങൾ കരുതും എങ്ങനെ ഈ ജോലിൻ്റെ സ്വഭാവം മനസ്സിലായി, അല്ലെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഒരു സുഹൃത്ത് ജോലി ചെയ്ത് അദ്ദേഹത്തിൻ്റെ അനുഭവം ഞാൻ പങ്കുവെച്ചെന്ന്. അപ്പോൾ അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി തോന്നും. കാരണം അദ്ദേഹം അത്രയും ഇതായിട്ടാണ് പറഞ്ഞത്, ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞത്. കാരണം അവിടെ പറഞ്ഞു വെച്ചാൽ നിങ്ങൾ കരുതും പോയാൽ ഇപ്പോൾ കളിമണ്ണ് പറഞ്ഞാൽ എന്താണ് നമ്മുടെ മൺപാത്രങ്ങൾ നിർമ്മിക്കുക അതായിരിക്കും. അതല്ല,
അവിടെ വേറെ കളിമണ്ണും കൊണ്ട് ഇപ്പോൾ നമ്മൾ മെഡിസിൻ യൂസ് ചെയ്യാം, പല കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഈ ഖനനം ചെയ്യുമ്പോൾ നമുക്ക് അലർജി അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ എല്ലാം വരും. അപ്പോൾ ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. നിങ്ങൾ അതിനെ ഡീമോട്ടിവേറ്റ് ചെയ്യല്ല. കാരണം വേറെ ജോലി ഉണ്ടെങ്കിൽ അത് നോക്കുക, ഇല്ല വെച്ചാൽ മാറിയിട്ട് മറ്റൊരു വ്യക്തിക്ക് ആ ജോലി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഇൻഫർമേഷൻ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു ഇൻഫർമേഷനായി അടുത്ത വീഡിയോയിൽ നമ്മൾ വരുന്നതായിരിക്കും. എല്ലാവർക്കും ഗുഡ് ബൈ.